السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد في كل لمحة ونفس بعدد كل معلوم لك. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഉണർത്തിയതുപോലെ ബഹുമാനമുള്ള ശൈഖുനായുടെ വാക്കുകളെ കുറിച്ച് നാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ബഹുമാനമുള്ള ഇന്ത്യയുടെ സുൽത്താൻ ഖാജാ അത്വായ റസൂൽ സുൽത്താനുൽ ഹിന്ദ് ഖുതുബുൽ അഖ്താബ് ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹു, എല്ലാവർക്കും അറിയാമല്ലോ അജ്മീർ ഖാജാ റളിയല്ലാഹു തആല അൻഹു. ബഹുമാനമുള്ളവരുടെ ചരിത്രം ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ബഹുമാനമുള്ള അജ്മീർ ഖാജാ റളിയല്ലാഹു തആല അൻഹു, അവിടുത്തെ ചരിത്രം വിശാലമാണ്. അവിടേക്കൊന്നും നാം ഇപ്പോൾ കടക്കുന്നില്ല. മറിച്ച് ബഹുമാനമുള്ള അജ്മീർ ഖാജ തങ്ങളുപ്പാപ്പയുടെ ചരിത്രത്തിൽ നിന്ന് ഒരു പ്രത്യേകമായ ഭാഗം ഇന്ന് സംസാരിക്കുന്നു. കാരണം അത് ശൈഖുനായുടെ ചരിത്രവുമായി നാം പറഞ്ഞ വിഷയവുമായി വളരെ അഭേദ്യമായ ബന്ധമുള്ളത് കൊണ്ട് അതൊന്ന് പറയുകയാണ്. ബഹുമാനമുള്ള അജ്മീർ ഖാജ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ബഹുമാനമുള്ളവർ വഫാത്തായി കിടക്കുമ്പോൾ നെറ്റിയിൽ പ്രകാശത്താലുള്ള ഒരു എഴുത്ത് കാണപ്പെടുകയാണ്. ഇന്നും ആ എഴുത്ത് അജ്മീറിൽ ചെന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്താണ് എഴുത്ത്? ഹദാ ഹബീബുല്ലാഹി മാത ഫീ ഹുബ്ബില്ലാഹ്. ഇങ്ങനെ ഒരു എഴുത്ത് ബഹുമാനമുള്ള ഇന്ത്യയുടെ സുൽത്താൻ ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹുവിന്റെ നെറ്റിത്തടത്തിൽ പ്രകാശം കൊണ്ട് ഒരു എഴുത്തിതാ കാണപ്പെടുകയാണ്. വഫാത്തായി കിടക്കുന്ന സമയത്ത് എല്ലാവരും സർവരാലും കാണുന്ന വിധത്തിൽ പ്രകാശം സ്ഫുരിക്കുന്നു. നെറ്റിത്തടത്തിൽ പ്രകാശം ജ്വലിക്കുകയാണ്. ഇതായിരുന്നു ആ എഴുത്ത്. ഹദാ ഹബീബുല്ലാഹി മാത ഫീ ഹുബ്ബില്ലാഹ്. നോക്കൂ നിങ്ങൾ, എന്താണ് ഇതിന്റെ അർത്ഥം, എന്താണ് ഇതിന്റെ പൊരുൾ? ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആരും എഴുതിയതല്ലല്ലോ, അള്ളാഹുവിന്റെ തീരുമാനമല്ലേ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമല്ലേ, അള്ളാഹുവല്ലേ കൊണ്ടുവരുന്നത്. പ്രകാശത്താലുള്ള എഴുത്തല്ലേ വന്നത്. ഹാദാ ഹബീബുല്ലാഹി മാത ഫീ ഹുബ്ബില്ലാഹ്. ആർക്കും നിഷേധിക്കാൻ കഴിയില്ലല്ലോ. അള്ളാഹുവല്ലേ പ്രഖ്യാപിക്കുന്നത്, ഇത് അള്ളാഹുവിന്റെ ഹബീബാകുന്നു. ഹാദാ ഹബീബുല്ലാഹ്, ഇത് അള്ളാഹുവിന്റെ ഹബീബാകുന്നു. മാത ഫീ ഹുബ്ബില്ലാഹ്, അള്ളാഹുവിന്റെ പ്രേമത്തിലായി വിലയം പ്രാപിച്ചു മരണപ്പെട്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രേമത്തിലായി വിട പറഞ്ഞു പോയ അള്ളാഹുവിന്റെ ഹബീബാകുന്നു ഇത്. ഈ വാക്കിൽ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്താണത്? ഖാജാ തങ്ങൾ പാപ്പക്ക് അള്ളാഹു കൊടുത്ത ഒരു ഉന്നതമായ സ്ഥാനമാണ് രേഖപ്പെടുത്തി വച്ചത്. ഖാജാ റളിയല്ലാഹു തആല അൻഹു, ബഹുമാനമുള്ളവർക്ക് ഹബീബുള്ള എന്ന സ്ഥാനം അള്ളാഹു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം, ഹബീബുള്ള എന്ന സ്ഥാനം ആരുടെ സ്ഥാനമാണ്? വളരെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു കൊടുത്ത പദവി ഖലീലുള്ള എന്ന. അമ്പിയാക്കന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠവാന്മാരായ 313 മുർസലീങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠവാന്മാരായ 25 നബിമാർ ഖുർആനിൽ പേരെടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നും ഏറ്റവും ശ്രേഷ്ഠവാന്മാരായ ഉലുൽ അസ്മുകളാകുന്ന 5 പേരെ അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ 5 പേരിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠവാനായ ഉലുൽ ഇസ്തിഫാ എന്ന് പറയപ്പെടുന്ന പദവിയിൽ വെച്ച് പദവിയുള്ള ബഹുമാനമുള്ള സയ്യിദുനാ ഇബ്രാഹിമുൽ ഖലീൽ, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പോലും അള്ളാഹു കൊടുത്ത പദവി ഖലീലുള്ള എന്നാണ്. അള്ളാഹുവിന്റെ ഇഷ്ടത്തോഴൻ എന്ന് പറയാം, ഉറ്റ സ്നേഹിതൻ എന്നൊക്കെ പറയാം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറയുന്നുണ്ട്. ഇബ്രാഹിം ഖലീലുല്ലാഹ്, മൂസ കലീമുല്ലാഹ്, ഈസാ റൂഹുല്ലാഹ്, ആദം സഫിയുല്ലാഹ്. ലാ ഫഖറ അന ഹബീബുല്ലാഹ്, ലാ ഫഖറ അന ഹബീബുല്ലാഹ്. മൂസ നബി അല്ലാഹുവിന്റെ കലീമാണെങ്കിൽ, റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റൂഹാണെങ്കിൽ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ഖലീലാണെങ്കിൽ, സ്വഹാബ നിങ്ങൾ മനസ്സിലാക്കണം, അന ഹബീബുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ഹബീബാകുന്നു. ലാ ഫഖറ, ഞാൻ ഇത് ഫഖർ പറയുകയല്ല. അന സയ്യിദു വൽദി ആദം, മനുഷ്യ സന്തതികളുടെ മുഴുവനും സയ്യിദ് ഞാനാകുന്നു. എന്താണ് ഖലീലുല്ലാഹി, ഖലീൽ എന്ന പദവിയും ഹബീബ് എന്ന പദവിയും തമ്മിൽ എന്താണ് വ്യത്യാസം? നാം മനസ്സിലാക്കണം. ഖലീൽ എന്ന് പറഞ്ഞാൽ ഉറ്റ സ്നേഹിതൻ, ഉറ്റ തോഴൻ എന്നൊക്കെയാണ് അർത്ഥം. അതിൻ്റെയും മേലെയാണ്
ഉറ്റ തോഴനും ഉറ്റ സ്നേഹഭാജനവുമായൊക്കെ ഉറ്റ കൂട്ടുകാരനൊക്കെ ആയിട്ടുണ്ട് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ കൂട്ടുകാരൻ ഖലീലുല്ലാഹി ആയിട്ടുണ്ട്. പക്ഷേ ഹബീബുല്ലാഹി ആയിട്ടില്ല. ഹബീബുല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രണയഭാജനം. ഹബീബിന് വാക്കുകൾ കൊണ്ട് അർത്ഥം പറയാൻ സാധ്യമല്ല. ഹബീബിന്റെ പര്യായ പദം, ഹബീബിന്റെ അർത്ഥം മലയാളത്തിൽ നമുക്ക് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ സാധ്യമല്ലാത്ത വിധം ആഴത്തിലുള്ള അർത്ഥമാണ് ഹബീബ്, പ്രണയഭാജനം എന്ന ആ വാക്കിനുള്ളത്. ഒരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാക്കി തരാം. അതായിരിക്കും കൂടുതൽ നല്ലത്. ഖലീൽ ജിബ്രാൻ, ഒരു മഹാകവി, നിങ്ങൾക്കറിയാമല്ലോ. ഖലീൽ ജിബ്രാൻ ഒരു കവിത എഴുതുന്നുണ്ട്. ഒരു കാമുകനെ കുറിച്ച്, ഒരു കാമുകിയെ കുറിച്ച് ഒരു കവിത എഴുതുന്നുണ്ട്. ആ കവിത ഖലീൽ ജിബ്രാൻ അതിൽ വിവരിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ പ്രണയമെന്നാണ്. യഥാർത്ഥത്തിലുള്ള പ്രണയം, ഹബീബ് ആരാണ്, പ്രണയം എന്താണ്, ഇത് വിവരിക്കുന്ന ഒരു കവിതയാണ്. ആ കവിതയിൽ അദ്ദേഹം ആലങ്കാരികമായി വിശദീകരിക്കുന്ന ഒരു കവിതയാണ്. ആ കവിതയിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഒരു കാമുകൻ, ആ കാമുകൻ തന്റെ കാമുകിയുമായുള്ള പ്രണയബന്ധത്തിൽ അങ്ങേയറ്റം പ്രണയത്തിലായി. അങ്ങനെ കാമുകൻ ഒരു ദിവസം തന്റെ കാമുകിയെ തെരഞ്ഞ് കോരിച്ചൊരിയുന്ന മഴയത്ത് കൂറ്റാക്കൂറ്റിരുട്ടിൽ തന്റെ കാമുകി മാത്രം തനിക്ക് താമസിക്കുന്ന തന്റെ കാമുകിയുടെ റൂമിന്റെ കതകിൽ വന്നുകൊണ്ട് രാത്രിയതാ കാമുകൻ വന്ന് മുട്ടുകയാണ്. കാമുകൻ വന്ന് മുട്ടി അകത്തുനിന്ന് ചോദിക്കുന്നു, ആരാണ് പുറത്തുള്ളത്? പുറത്തുനിന്ന് കാമുകൻ മറുപടി പറഞ്ഞു, ഞാനാണ്, എടി ഞാനാണ്. പക്ഷേ കാമുകൻ കാത്തുനിന്നു, കതക് തുറന്നില്ല. ഒരുപാട് നേരം നിന്നതിന് ശേഷം കാമുകൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ചിന്താനിമഗ്നനായിക്കൊണ്ട് എന്തായിരിക്കും എൻ്റെ പ്രാണപ്രയസി, എൻ്റെ കാമുകി എന്തായിരിക്കും എനിക്ക് കതക് തുറന്ന് തരാതിരുന്നത് എന്ന ചിന്തയിലാണ്ടുകൊണ്ട് കാമുകനതാ പിന്നെയും ഒരുപാട് നാളുകൾ ഇതുപോലെ ചുറ്റിത്തിരിഞ്ഞ് ചിന്തയിലാണ്ട് കാമുകിയെക്കുറിച്ചുള്ള ചിന്തയിൽ തന്നെ അങ്ങനെ ജീവിതത്തിൽ അത് വേറൊരു ചിന്തയുമില്ലാതെ അങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് ഒരു കൊല്ലത്തിനു ശേഷം അതാ കാമുകൻ പിന്നെയും വരുന്നു. ഇതുപോലൊരു കോരിച്ചൊരിയുന്ന മഴയത്ത് കൂറ്റിരുട്ടിൽ കാമുകിയുടെ വാതിലിൽ വന്ന് കതകിൽ വന്നുകൊണ്ട് കാമുകൻ മുട്ടുകയാണ്. അകത്തുനിന്ന് ചോദിക്കുന്നുണ്ട്, ആരാണ് പുറത്ത്? അപ്പോഴും കാമുകൻ മറുപടി പറയുന്നു, ഞാനാണടി, അത് ഞാനാണ്, അതെ ഞാൻ തന്നെയാണ്. പക്ഷേ കാത്തുനിന്നു, തുറന്നില്ല, വാതിൽ തുറന്നു കൊടുക്കുന്നില്ല. കാമുകൻ വളരെ സങ്കടത്തോടെ, ദുഃഖഭാരത്തോടെ പിന്നെയും ഇറങ്ങി നടക്കുകയാണ്. പിന്നെയും ഇറങ്ങി നടന്ന് തന്റെ കാമുകിയെ മാത്രം മനസ്സിലിട്ട് താലോലിച്ച് അതിൽ മാത്രം ലയിച്ച്, എന്തുകൊണ്ടായിരിക്കും എൻ്റെ കാമുകി, എൻ്റെ പ്രാണപ്രേയസി, എൻ്റെ പ്രിയപ്പെട്ടവൾ എന്തുകൊണ്ടായിരിക്കും എന്നെ അകത്ത് പ്രവേശിപ്പിക്കാതിരുന്നത്? ആ കതക് എന്തുകൊണ്ടാണ് എനിക്ക് തുറന്നു തന്ന് എന്നെ അകത്തേക്ക് കടത്താതിരുന്നത് എന്ന ചിന്തയിൽ അണ്ടുപോയിക്കൊണ്ട് കാമുകിയെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം പിന്നെയും നടന്നു. രാപ്പകലില്ലാതെ അധ്വാനത്തിലായി, രാപ്പകലില്ലാതെ നടന്നു. ഇതേ ചിന്തയിൽ മാത്രം നടന്നു. കുറെ നാൾ നടന്നതിന്റെ ശേഷം അദ്ദേഹത്തിന് ഇതുപോലെ പെട്ടെന്നൊരു വെളിപാടുണ്ടാവുകയാണ്. മനസ്സിലേക്ക് ഇതുപോലെ ഒരവസ്ഥ അവരിലേക്ക് സംജാതമാവുകയാണ്. ഉടനെ അദ്ദേഹം വരുന്നു. ഇതേപോലെ ഒരു കോരിച്ചൊരിയുന്ന പേമാരിയുള്ള രാത്രിയിൽ കൂറ്റിരുട്ടിൽ അദ്ദേഹം വന്നുകൊണ്ട് തന്റെ കാമുകിയുടെ കതകിൽ വന്ന് മുട്ടുന്നു. അകത്തുനിന്ന് ചോദിക്കുന്നുണ്ട്, ആരാണ് പുറത്ത്? അപ്പോൾ കാമുകൻ മറുപടി പറയുന്നു, നീയാണ് പുറത്ത്. അതുവരെ അദ്ദേഹം മറുപടി പറഞ്ഞിരുന്നത് ഞാനാണ് എന്നായിരുന്നു മറുപടി പറഞ്ഞിരുന്നത്. എന്നാൽ മൂന്നാമത്തെ പ്രാവശ്യം വന്നുകൊണ്ട് കാമുകൻ മുട്ടിയപ്പോൾ അകത്തുനിന്ന് ചോദിക്കുന്നുണ്ട്, ആരാണ് പുറത്ത്? കാമുകൻ മറുപടി പറഞ്ഞത്, നീയാണ് പുറത്ത് നിൽക്കുന്നത് എന്നാണ്. ഉടനെ കതക് തുറന്നുകൊണ്ട് കാമുകി തന്റെ കാമുകനെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നു. അവർ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തുകൊണ്ട് പറയുന്നു, ഇവിടെ ഞാനും നീയുമില്ല, നമ്മൾ ഒന്നാണ്. അപ്പോഴേ പ്രണയം യാഥാർത്ഥ്യമാകുന്നുള്ളൂ. അതുകൊണ്ടാണ് ആ സ്ഥാനം, അത് ഹബീബുള്ള എന്ന സ്ഥാനം, അത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമുള്ള സ്ഥാനമാണ്. ഇത് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ഹബീബാണ്,
അള്ളാഹുവിന്റെ ഹബീബാണ്. അത് അള്ളാഹുവിന്റെ ഹബീബ് എന്ന് പറയുമ്പോൾ അള്ളാഹുവും റസൂലും തമ്മിൽ അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ അള്ളാഹുവും അവന്റെ ഹബീബും തമ്മിലുണ്ട്. ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ ഫഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ. അള്ളാഹുവിന്റെ ഹബീബ് എന്ന് പറയുന്ന ആ സ്ഥാനം അതുകൊണ്ടാണ് അമ്പിയാക്കന്മാരിലൂടെ വന്നത് മുഴുവനും സിഫാത്തുൽ വുജൂദ്. ബഹുമാനപ്പെട്ട അബ്ദുൽ കരീമുൽ ജീലി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള അടക്കമുള്ള മഹാരഥന്മാർ അവരുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി സിഫാത്തുൽ വുജൂദ്. അമ്പിയാക്കന്മാരിൽ മുഴുവനും അള്ളാഹുവിന്റെ സിഫാത്തിന്റെ തജല്ലിയാണ്, സിഫാത്തിന്റെ മദ്ഹറായിക്കൊണ്ടാണ് അമ്പിയാക്കന്മാർ വന്നതെങ്കിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ വന്നത് ദാത്തിയുൽ വുജൂദ്, ദാത്തിന്റെ അള്ളാഹുവിന്റെ വിശുദ്ധ ദാത്തിന്റെ തജല്ലിയാണ്. ഇത് മനസ്സിലാക്കാൻ, ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ സാധ്യമല്ല. ആത്മീയമായ പ്രകാശം, അൽ ഇൽമു നൂറുല്ലാഹി ഹഖ്ഖാ നൂറുല്ലാഹി ലാ യുഅത്താ ലിഅസ്വി. ഇത് മനസ്സിലാക്കാൻ നമുക്ക് അള്ളാഹുവിൽ നിന്നുള്ള തൗഫീഖ് അത് ആവശ്യമാണ്. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകതയാണ് ദാത്തിയുൽ വുജൂദ്. അവിടുത്തെ ദാത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ വിശുദ്ധ ദാത്തിന്റെ തജല്ലിയാണ്, ദാത്തിന്റെ മദ്ഹറായിക്കൊണ്ടാണ് അള്ളാഹു തആല സമ്പൂർണ്ണ തജല്ലി ഹബീബിലൂടെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമാണ് ഹബീബുല്ലാഹ്, അള്ളാഹുവിന്റെ ഹബീബ് എന്ന പേര്. നേരത്തെ നാം പറഞ്ഞതുപോലെ വേർതിരിക്കാൻ കഴിയാത്ത, ഞാനും നീയും രണ്ടും രണ്ടായി നിൽക്കുന്ന അവസ്ഥയില്ലാത്ത അള്ളാഹുവും റസൂലും ഒന്നായി നിൽക്കുന്ന ഒരു അവസ്ഥ, അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആന്തരികമായ അവസ്ഥ. അതാണ് നാം മനസ്സിലാക്കണം. അതാണ് അന അഹ്മദുൻ ബിലാ മീം, മീമറ്റ അഹ്മദ് ഞാനെന്ന് ചൊന്നോവർ. ഇങ്ങനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വിശിഷ്ടമായ അവസ്ഥ, അതാണ് അൽ ഹഖീഖത്തുൽ മുഹമ്മദിയ എന്നൊക്കെ നാം പറയുന്ന അതിന്റെ പൊരുളിലേക്ക് കടക്കുമ്പോൾ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അങ്ങനെ ഒരു വിശിഷ്ട നാമം ഹാദാ ഹബീബുല്ലാഹ്. ഇനി നിങ്ങൾ ചിന്തിക്കൂ, ഈ ഹബീബുല്ലാഹ് എന്ന പദവി അള്ളാഹുവിന്റെ റസൂലിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകതയാണെങ്കിൽ, അതുവരെയുള്ള അമ്പിയാക്കന്മാർക്ക് ഒന്നും നൽകപ്പെട്ടിട്ടില്ലെങ്കിൽ, പിന്നെ എങ്ങനെയാണ് സയ്യിദുനാ അജ്മീർ ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹു അത്വാഇ റസൂൽ, അല്ലാഹുവിന്റെ റസൂൽ ഇന്ത്യക്കാർക്ക് നൽകിയ സമ്മാനമാണ് അജ്മീർ ഖാജാ റളിയല്ലാഹു അൻഹു. ആ ഖാജയുടെ നെറ്റിത്തടത്തിൽ ഹാദാ ഹബീബുല്ലാഹി എന്ന് പ്രകാശത്താൽ അള്ളാഹു രേഖപ്പെടുത്തിയെങ്കിൽ നിങ്ങൾ ചിന്തിക്കൂ, എന്താണ് അതിന്റെ പൊരുൾ? ഹാദാ ഹബീബുല്ലാഹ്, ഇത് അള്ളാഹുവിന്റെ ഹബീബാകുന്നു. ആര്? അജ്മീർ ഖാജാ സുൽത്താനുൽ ഹിന്ദ് ഖാജാ ഗരീബ് നവാസ് അജ്മീർ ഖാജാ, അവരെ കുറിച്ച് അള്ളാഹു രേഖപ്പെടുത്തുകയാ ഹബീബുല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബാകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതാണ് നേരത്തെ നാം പറഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു വെച്ചതുപോലെ അജ്മീർ ഖാജാ റളിയല്ലാഹു തആല അൻഹു വലമ്മാ കാന ഫാനിയൻ വബാഖിയൻ ഫീ ദാത്തി ജദ്ദിഹി ഹബീബില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ വിശുദ്ധ റസൂൽ അല്ലാഹുവിന്റെ ഹബീബിൽ ഖാജാ റളിയല്ലാഹു തആല അൻഹു ഫാനിയായി, അവിടത്തെ കൊണ്ട് ബാഖിയായി എന്ന് പറഞ്ഞാൽ നമ്മളതിന് ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു പോയല്ലോ. ഒരു പുഴ ഒഴുകി, ഒരു നദി ഒഴുകി കടലിൽ ലയിച്ചു ചേരുന്നത് പോലെ, ഒരു ഐസ് കട്ട ഉരുകി വെള്ളമായി വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നത് പോലെ അജ്മീർ ഖാജാ റളിയല്ലാഹു അൻഹുവിന്റെ ആത്മീയമായ ആ ഹഖീഖത്ത്, അവിടുത്തെ പ്രത്യക്ഷമായതല്ല, അവിടുത്തെ അപ്രത്യക്ഷമായ, അവിടുത്തെ ആത്മീയമായ ആ തജല്ലി, അത് ഹബീബിലേക്ക് ലയിച്ച് ഹബീബിന്റെ ആ അൽ ഹഖീഖത്തുൽ മുഹമ്മദിയ എന്ന് പറയുന്ന ആ തജല്ലിയിലേക്ക് ഖാജാ റളിയല്ലാഹു അൻഹു ലയിച്ച് അവിടത്തേക്ക് ഫാനിയായി, അവിടത്തെ കൊണ്ട് ബാക്കിയായി, അവിടെ നല്ലാതെ മറ്റൊന്നുമില്ല. അജ്മീർ ഖാജാ റളിയല്ലാഹു അൻഹു അത് ഹബീബിന്റെ തജല്ലിയിൽ സമ്പൂർണമായത് കൊണ്ടാണ് ഹാദാ ഹബീബുല്ലാഹ്, അത് അള്ളാഹുവിന്റെ ഹബീബാണ്, ഇത് അള്ളാഹുവിന്റെ ഹബീബാണെന്ന സ്ഥാനം അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥാനം
ഇത്തബായിക്കൊണ്ട് അതാ ഖാജ റളിയല്ലാഹു അൻഹുവിലേക്ക് വരികയാണ്. കാരണം അവിടെ റസൂലുണ്ട്, അള്ളാഹു ഉണ്ട്, റസൂൽ അവിടെയുണ്ട്. ആ റസൂലിന്റെ സ്ഥാനം അവിടെ രേഖപ്പെടുന്നു. ഖാജയുടെ ഉള്ളിൽ ഖാജ കൊണ്ടു നടക്കുന്ന ആത്മീയമായ ആ അവസ്ഥ അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ലയിച്ചിരിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് നെറ്റിത്തടത്തിൽ അള്ളാഹു അങ്ങനെ രേഖപ്പെടുത്തി വെച്ചത് എന്ന് നാം മനസ്സിലാക്കണം. ഇതുപോലെ തന്നെയാണ് മഹാന്മാർ, ഉന്നതരായ മഹാന്മാർ ഇങ്ങനെയാ. അത് അല്ലാഹുവിന്റെ റസൂലിൽ അവർ സമ്പൂർണ്ണമായി ലയിക്കും. ബഹുമാനമുള്ള ശൈഖുന റളിയല്ലാഹു തആല അൻഹു അതുപോലെയുള്ള ലൈലത്തിൽ നിന്ന സമയത്താണ്, ആ സമയം കൊണ്ടാണ് ബഹുമാനമുള്ളവർ അങ്ങനെയെല്ലാം പ്രഖ്യാപിച്ചത്. എന്റെ വാസസ്ഥലം റൗളയാകുന്നു എന്ന് ബഹുമാനമുള്ളവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം അത് അങ്ങനെയാണ്, അവിടുത്തെ തജല്ലി അങ്ങനെയാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ സമ്പൂർണ്ണമായി അവർ ലയിച്ച് ഹബീബിനെ കൊണ്ട് ബാക്കിയായി ഹബീബിലായി നിലനിൽക്കുന്നു. അവരിലൂടെ ഹബീബാണ്, പിന്നീട് അവരിലൂടെ ഹബീബിന്റെ കലാമുകളാണ് അവരിലൂടെ വരുന്നത്, ഹബീബിന്റെ അവസ്ഥകളാണ് അവരിലൂടെ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തവും തീരുമാനവുമാ. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച അതേ ദിവസം റബീഉൽ അവ്വൽ 12 സുബ്ഹ് ഒരടുത്ത സമയത്താണ് ബഹുമാനമുള്ള ശൈഖുന ലോകത്തേക്ക് ഭൂജാതനാകുന്നത്. മുഹമ്മദ് അബൂബക്കർ എന്ന് പേര് വെക്കപ്പെടുന്നു ബഹുമാനമുള്ള ശൈഖുനാക്ക്. നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ. ശേഷം ബഹുമാനമുള്ള ശൈഖുനായുടെ മുലകുടിപ്രായത്തിൽ നോക്കൂ നിങ്ങൾ, ബഹുമാനമുള്ള ശൈഖുനായുടെ മുലകുടിപ്രായത്തിൽ പ്രിയപ്പെട്ട മാതാവ് ഓർമ്മിച്ചെടുക്കുന്നു. ചരിത്രത്തിൽ കാണാൻ നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ട മാതാവിന്റെ അയൽവാസിയായ ഒരു സ്ത്രീ പ്രസവത്തിന്റെ ഉടനെ മരണപ്പെട്ടിട്ട് ആ കുഞ്ഞിന് മുലപ്പാല് കൊടുക്കാൻ പ്രിയപ്പെട്ട ശൈഖുനായുടെ മാതാവിനല്ലേ, അയൽവാസിയായ മാതാവ് മരണപ്പെട്ട കുഞ്ഞിന് മുല കൊടുക്കാൻ വേണ്ടി പ്രിയപ്പെട്ട മാതാവിലേക്ക് ഏൽപ്പിക്കപ്പെടുകയല്ലേ ഉണ്ടായത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ബഹുമാനമുള്ള ശൈഖുന ഒരു മുലയിൽ നിന്ന് മാത്രം മുലപ്പാല് കുടിച്ചപ്പോൾ മറ്റേ കുട്ടിക്ക് വേണ്ടി അപ്പുറത്തുള്ള മുലപ്പാല് കുടിക്കാതെ ഒഴിവാക്കി ബഹുമാനപ്പെട്ട ശൈഖുന നീതി കാണിച്ചു എന്ന് ഉമ്മ ഓർമ്മിച്ചെടുക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിൽ ഹലീമ ബീവി റളിയല്ലാഹു അൻഹായുടെ മുലയൂട്ടുന്ന ആ ഹലീമ ബീവി മുലയൂട്ടി തങ്ങളെ വളർത്തുന്ന ആ ഹലീമ ബീവിയുടെ പരിപാലനത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരുന്ന സമയത്ത് ഹലീമ ബീവിക്ക് മറ്റൊരു കുഞ്ഞുണ്ടായിരുന്നു, ലംറത്ത് എന്ന് പേരുള്ള ഒരു കുഞ്ഞ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മുലയിൽ നിന്ന് മാത്രം മുലപ്പാൽ കുടിക്കുന്നു, മറ്റേ മുലയിലുള്ള പാല് ലംറത്തിന്റെ കുട്ടിക്ക് വേണ്ടി മാറ്റിവെക്കുന്നു, നീതിയായി പെരുമാറിയെന്നാണ്. അതേ ചരിത്രം ഇവിടെ ആവർത്തിക്കുകയല്ലേ ഉണ്ടാകും. എത്രമാത്രം ഇതൊന്നും യാദൃശ്ചികമാണോ? നോക്കൂ നിങ്ങൾ, ചെറുപ്പത്തിലുള്ള അവിടുത്തെ ജീവിത ശൈലി ഉമ്മ തന്നെ പറയട്ടെ, ഉമ്മ ഓർത്തെടുക്കുകയാ. കുട്ടികൾക്കുണ്ടാകുന്നത് പോലെയുള്ള സാധാരണ ഉണ്ടാകാനുള്ളത് പോലെ ദുർവാശിയോ ശാട്ടിയോ കരച്ചിലുകളോ ഒന്നും ബഹുമാനമുള്ള ശൈഖുനായിൽ ഉണ്ടായിരുന്നില്ല. ദുർവാശി, ശാഠ്യം അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ ശാന്തനും അച്ചടക്ക ശീലമുള്ളതും വളരെ സൗമ്യമായ രീതിയിൽ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ തികഞ്ഞ പക്വതയിലായിരുന്നല്ലോ ബഹുമാനമുള്ള ശൈഖുനായുടെ ജീവിതമെന്ന് ഉമ്മ തന്നെ ഓർത്തെടുക്കും. ഏറ്റവും മാക്സിമം പന്ത് കളി കാണാൻ വേണ്ടി കുറഞ്ഞ നേരം പോയി നിന്നു എന്ന് മാത്രമാണ് ഉമ്മക്ക് പറയാനുള്ളത്. പന്ത് കളിച്ചു എന്നല്ല, പന്ത് കളി ഒരിക്കൽ കണ്ടു നിന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. കുറച്ചു നേരം, അത്രമാത്രമാണ്. ചെറുപ്പത്തിൽ പോലും അല്ലാഹു അവരെ സംരക്ഷിക്കുകയാ. ചെറുപ്പത്തിൽ തന്നെ അല്ലാഹു അവരെ സംരക്ഷിച്ചെടുക്കുകയാണ്. പഠനകാലം നിങ്ങൾ നോക്കൂ, പഠനകാലത്തേക്ക് നിങ്ങൾ നോക്കൂ. അങ്ങനെ പിതാവിൽ നിന്നുള്ള ആദ്യ ശിക്ഷണം കഴിഞ്ഞ് ചെറുപ്പത്തിലെ തന്നെ പിതാവ് മരണപ്പെടുന്നു. അങ്ങനെ മാതാവിന്റെയും പിതാവിന്റെയും പരിപാലനം, അതിന് ശേഷം കുട്ടി സ്കൂളിലേക്ക് മദ്രസയിലേക്കൊക്കെ പോകുന്ന സമയം സഹപാഠികൾ വരെ ഓർത്തെടുക്കുന്നു. ഒരു കളവ് പോലും പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു, സഹപാഠികൾക്കെല്ലാം അത്ഭുതമല്ലേ, ഒരു കളവ് പോലും അവിടുന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ബഹുമാനമുള്ള ശൈഖുനയെ കുറിച്ച് കൂടെ പഠിച്ചവർക്കും ഉസ്താദുമാർക്കും സഹപാഠികളായും അയൽവാസികളായുമുള്ള എല്ലാവർക്കും പറയാൻ ഒറ്റൊന്നല്ലേ പറയാനുണ്ടായിരുന്നത്, സൽസ്വഭാവം മാതൃകയാക്കി ഒരു കളവ് പോലും മഹാനവകൾ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല, പറഞ്ഞതായി ആർക്കും അനുഭവമില്ല. ചെറുപ്പത്തിൽ തന്നെ ബഹുമാനമുള്ള ശൈഖുനായുടെ തിരുഹളറത്തിലേക്ക് ബാപ്പ ഉണ്ടായിരുന്ന സമയത്ത് ആളുകൾ വരുമായിരുന്നു, പലവിധ പ്രശ്നങ്ങൾക്ക് പ്രയാസങ്ങൾക്ക് പ്രതിവിധി തേടിക്കൊണ്ട്. അങ്ങനെ പലപ്പോഴും വരണ സമയത്ത് പിതാവ് തന്റെ
ആ സാന്നിധ്യത്തിൽ പിതാവ് ഒരുപാട് പ്രശ്നങ്ങൾക്ക് പ്രയാസങ്ങൾക്ക് പരിഹാരം കാണിച്ചു കൊടുക്കുന്നു. പിതാവ് വഫാത്തായതിനു ശേഷം ബഹുമാനമുള്ള ശൈഖുന കുഞ്ഞായിരിക്കുമ്പോൾ പോലും ആളുകൾക്കുള്ള പ്രയാസങ്ങൾക്ക് അവിടത്തെ കൊണ്ട് സമാധാനവും സന്തോഷവും കിട്ടിയിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ചെറുപ്പത്തിൽ തന്നെ ബഹുമാനമുള്ള ശൈഖുന മഴയില്ലാത്ത കാലത്ത് ബഹുമാനമുള്ള ശൈഖുനായെ കൊണ്ട് തവസ്സുലാക്കി മഴ പെയ്ത ചരിത്രം വരെ ചരിത്രത്തിൽ പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ബഹുമാനമുള്ള ശൈഖുനായുടെ ജീവിത ചരിത്രം വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തുടങ്ങി നാം പരിശോധിച്ചു നോക്കിയാൽ അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് മഹാൻ ചെറുപ്പം മുതലേ ആ തിരുചര്യയിൽ തന്നെയായിരുന്നു. ആ സുന്നത്തുകളൊന്നും ഒഴിവാക്കാതെ, കറാഹത്തൊന്നും ചെയ്യാതെ അവിടുത്തെ ചര്യയിൽ തന്നെയായിരുന്നു ബഹുമാനമുള്ള ശൈഖുനായുടെ ജീവിതം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദർസിൽ പഠിക്കുന്ന കാലത്തും ബഹുമാനമുള്ള ശൈഖുന കിതാബുകളൊന്നും മുത്താല ചെയ്യാറുണ്ടായിരുന്നില്ല. ദർസിൽ പോയിരിക്കും, കിതാബുകൾ ദർസെടുത്തു കഴിഞ്ഞാൽ തിരിച്ചു വന്ന് ആ കിതാബ് അവിടെ മടക്കി വെക്കും. എന്തോ ചിന്തയിലാണ്ട് അങ്ങനെ ചിന്താനിമഗ്നായി തലയിണ പോലും വെക്കാതെ മലർന്നങ്ങ് കിടക്കും. സംസാരമേതുമില്ല. പകൽ മുഴുവനും നോമ്പാണ്, രാത്രി മുഴുവൻ നിസ്കാരമാണ്. അനാവശ്യ സംസാരങ്ങളൊന്നുമില്ല. എന്നാലോ കിതാബ് ചൊല്ലിക്കൊടുക്കാൻ വേണ്ടി ദർസിലേക്ക് കുട്ടികളെ ഉസ്താദുമാർ വിളിച്ചിരുത്തിയാൽ ബഹുമാനമുള്ള ശൈഖുനാക്ക് എല്ലാം കാണാപ്പാടമായിരുന്നു, എല്ലാം മനപ്പാടമായിരുന്നു. മറ്റുള്ള എല്ലാവരെക്കാളും എല്ലാത്തിലും ബുദ്ധി സാമർഥ്യവും എല്ലാത്തിലും മുൻപന്തിയിലും ബഹുമാനമുള്ള ശൈഖുന തന്നെയായിരുന്നു. ഇതും സഹപാഠികൾ സാക്ഷ്യം വഹിക്കുന്നു. അങ്ങനെ ബഹുമാനമുള്ള ശൈഖുന അവിടെ നിന്ന് പഠനകാലം കഴിഞ്ഞ് ബാഖിയാത്ത് സ്വാലിഹാത്തിലേക്ക് ഉപരിപഠനത്തിനായി പോകുന്നു. ഉപരിപഠനത്തിനായി ചെന്നിട്ടും അവിടെയുള്ള മഹാന്മാരായ ഉസ്താദുമാർ പോലും ബഹുമാനമുള്ള ശൈഖുനയെ ആദരിച്ചിരുന്നു എന്നാണ്. അത്രയും സൽസ്വഭാവത്തിൽ, അത്രയും സൂക്ഷ്മതയോടെ, ഒരു ജമാഅത്ത് പോലും കളയാതെ, ഒരു സുന്നത്ത് പോലും ഒഴിവാക്കാതെ നിഷ്കർഷമായ ജീവിതം. പകൽ മുഴുവനും നോമ്പും രാത്രി നിസ്കാരവും, ഒരു ജമാഅത്തോ ഒരു സുന്നത്തോ ഒഴിവാക്കാത്ത വളരെ ശുദ്ധിയായ ഒരു കറാഹത്ത് പോലും ചെയ്തതായി സഹപാഠികൾക്ക് പറയാൻ സാധിക്കാത്ത വിധം ബഹുമാനമുള്ള ശൈഖുനയുടെ ജീവിതം പരിശുദ്ധമായിരുന്നു. ഇത് നാം മനസ്സിലാക്കണം. ബഹുമാനമുള്ള ശൈഖുന പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അങ്ങനെ പ്രഖ്യാപിച്ചതല്ല. അവിടുത്തെ ജീവിതം പരിശുദ്ധമാണ്. അവിടുന്ന് ബാഖിയാത്ത് സ്വാലിഹാത്തിൽ നിന്ന് ഉപരിപഠനം പൂർത്തിയാക്കി ബഹുമാനമുള്ള ശൈഖുന ഉന്നത വിജയം കരസ്ഥമാക്കിക്കൊണ്ടാണ് ബാഖിയാത്തിൽ നിന്ന് ഫാരിഗായി തഹ്സീലായി ഇറങ്ങുന്നത്. അങ്ങനെ ബഹുമാനമുള്ള ശൈഖുന സ്വന്തം നാട്ടിൽ മടവൂരിൽ വന്നുകൊണ്ട് ദർസ് തുടങ്ങുകയാണ്. ഖാദിയായും മുദർരിസായും വാഇലായും ബഹുമാനമുള്ള ശൈഖുന ഒരുപാട് സ്ഥലങ്ങളിൽ വാള് പറയാൻ പോയിട്ടുണ്ട്. അതുപോലെ ഖാദിയായും മുദർരിസായും സേവനം ചെയ്തു. എന്നാൽ നിങ്ങൾ കേൾക്കണോ, ഒരു നയാ പൈസ വേതനം വാങ്ങാതെയാണ് ബഹുമാനമുള്ള ശൈഖുന ദർസ് നടത്തിയിരുന്നത്. നോക്കൂ നിങ്ങൾ, ഒരു നയാ പൈസ വേതനം വാങ്ങാതെയാണ്, ശമ്പളമില്ലാതെയാണ് ബഹുമാനമുള്ള ശൈഖുന ദർസ് നടത്തിയിരുന്നത്. അപ്പൊ ശൈഖുന മടവൂരിന്റെ ചരിത്രം വളരെ വളരെ വിശാലമാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി നമ്മുടെ അടുത്ത ക്ലാസ്സുകളിൽ പറയാം. ബഹുമാനമുള്ളവരുടെ ചരിത്രം മനസ്സിലാക്കുവാനും അവിടുത്തെ ഗുരുത്വങ്ങൾ നേടുവാനും ബഹുമാനങ്ങളുടെ മഹത്വം പറയുന്നതിലൂടെ റബ്ബ് നമുക്ക് ദോഷങ്ങൾ പുറത്തു തരുവാനും റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.